ഒരു ചീറ്റപ്പുലിക്ക് ഒട്ടും ക്ഷീണമില്ലാതെ തുടർച്ചയായി ഓടാൻ കഴിഞ്ഞാൽ ഈ ലോകം അതിനെത്ര ചെറുതായിരിക്കും? നമുക്ക് 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ നോക്കാം. ആദ്യം ചൈനയിലെ വൻമതിൽ. ഏകദേശം 21,000 കിലോമീറ്ററിലധികം നീളമുള്ള ഈ മതിൽ ഓടിത്തീർക്കാൻ ഒരു സാധാരണ മനുഷ്യൻ മാസങ്ങളെടുത്തേക്കാം. എന്നാൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഒരു ചീറ്റപ്പുലി നിർത്താതെ ഓടുകയാണെങ്കിൽ വെറും 9 ദിവസത്തിനുള്ളിൽ വൻമതിലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിനെത്തിച്ചേരാം. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ ഏകദേശം 3745 കിലോമീറ്ററാണ് ദൂരം. നമ്മൾ ട്രെയിനിലോ കാറിലോ പോയാൽ പോലും ദിവസങ്ങളെടുക്കുന്ന ഈ യാത്ര ഒരു ചീറ്റയ്ക്ക് വെറും 1.5 ദിവസം അഥവാ 37 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. അതായത് ഇന്ന് പുലർച്ചെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയാൽ നാളെ ഉച്ചയോടെ ചീറ്റ കാശ്മീരിലെത്തും. ഇനി ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അന്റാർട്ടിക്ക. മഞ്ഞുകട്ടകൾ നിറഞ്ഞ ഈ വൻകരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് 5335 കിലോമീറ്ററാണ് ദൂരം. ഇന്ത്യ മുറിച്ചു കടക്കുന്നതിനേക്കാൾ അല്പം കൂടി സമയമെടുത്താലും വെറും 2 ദിവസം 5 മണിക്കൂർ കൊണ്ട് ചീറ്റ അന്റാർട്ടിക്കയും കീഴടക്കും. പ്രകൃതിയുടെ ഈ സ്പീഡ് മെഷീൻ ഒട്ടും ക്ഷീണിക്കാതെ ഓടിയാൽ ഭൂമിയിലെ ദൂരങ്ങൾ വെറും അക്കങ്ങൾ മാത്രമായി മാറും.